കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ഇന്നത്തെ ദിവസം സന്താനമായി തന്നതിന് നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങളൊക്കെയും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവ്വതും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തിരുമനസ്സായോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ വചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വചനത്തിൽ എന്താണ് നമ്മളോട് പറഞ്ഞത്? യേശു തന്നെ ഉദ്ഘോഷിക്കുകയാണ്. യേശുവാണ് ഉദ്ഘോഷിക്കുന്നത്. എങ്ങനെയാണ് ഉദ്ഘോഷിക്കുന്നത്? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ. അപ്പം നമുക്കൊരു നാഥനായ പിതാവുണ്ട്. നമ്മൾ പിതാവിൻ്റെ മക്കളാണ്, പുത്രൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിൻ്റെ മക്കളാണ്. ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നമ്മൾക്ക് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുദിനം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അനുദിനവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും എൻ്റെ പിതാവും ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനോട് ഓരോ കാര്യങ്ങളും എൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഞാൻ പറയും. പ്രാർത്ഥനയല്ല, ഞാൻ സംസാരമാണ് കർത്താവുമായിട്ട്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ, എന്നോട് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതാ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ദൈവരാജ്യം ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ശിശുക്കളെ പോലെ ആകണം. ഹല്ലേലൂയ. ശിശു മനസ്സ് കണ്ടോ, ഒരു വൈരാഗ്യ ബുദ്ധിയില്ല. ശിശുക്കൾക്ക് എങ്ങനെയാ, നമ്മളിപ്പോൾ 2 അടി കൊടുത്താലും പിന്നെ അവരോട് നമ്മുടെ അടുത്ത് വരും, അല്ലേ? അവരെ പെട്ടെന്ന് അത് മറന്നു പോകും. ശിശുക്കൾ അങ്ങനെയാണ്. അപ്പം അങ്ങനെ മനസ്സുള്ളവരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിവുള്ള വ്യക്തികളെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ശിശുക്കളെ പോലെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് കർത്താവിൻ്റെ വിലയേറിയ വചനം. ഹല്ലേലൂയ. അപ്പോൾ ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പം നമുക്ക് അങ്ങനെ കർത്താവ് നമുക്ക് തരുന്ന കൃപയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. വിശേഷാൽ എൻ്റെ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ചോദിക്കുന്ന മക്കളെ പ്രത്യേകമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ വിഷയങ്ങൾ എന്നെ വിളിച്ച് പറയുമ്പോൾ തന്നെ അത് കർത്താവ് ഏറ്റെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ ഒത്തുചേരുന്നത് വരെയും ദൈവം നമ്മളെ എല്ലാം കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.